ഹലോ, ദിസ് ഇസ് ഹിബ ഫ്രം ടോക്ടോണിക് അക്കാഡമി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വേർഡ്സ് ഒന്ന് നോക്കാം. അതായത് ഒരുപോലെ തോന്നിക്കുന്ന എന്ന മീനിങ്ങിൽ നല്ല ഡിഫറൻസ് ഉള്ള ഒരു 6 വേർഡ്സ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കരീബ്, ഗരീബ്, ബീച്ച്, ബീജ്, ദേര്, ദൂര്. ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേൾക്കുമ്പം ഏകദേശം ഈ 2 വാക്കുകൾ കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ ഇതിന്റെ മീനിങ് വളരെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിന്റെ മീനിങ്സ് എന്തൊക്കെയാണ്, ഇത് വെച്ചിട്ട് ഒരു സെന്റൻസ് എങ്ങനെ പറയാം എന്നുള്ളതൊക്കെ നമുക്കിന്ന് നോക്കാം. ഇപ്പോ ഫസ്റ്റ് വേർഡ് വരുന്നത് കരീബ് എന്നാണ്. കരീബ് കരീബ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത്. നമ്മളിപ്പോ പറയില്ലേ എൻ്റെ അടുത്ത്, അവന്റെ അടുത്ത് എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ കരീബ് എന്ന് യൂസ് ചെയ്യാം. അപ്പോ കരീബ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് പറയാം. മേരെ ഘർ സ്കൂൾ കെ കരീബ്. മേരെ ഘർ സ്കൂൾ കെ കരീബ് ഹേ എന്ന് പറയാം. മേരെ ഘർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, സ്കൂൾ കെ സ്കൂളിന്റെ, കരീബ് ഹേ അടുത്താണ്, എൻ്റെ വീട് സ്കൂളിന്റെ അടുത്താണ്. മേരെ ഘർ സ്കൂൾ കെ കരീബ് ഹേ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് സ്കൂളിന്റെ അടുത്താണ്. ഇങ്ങനെയാണ് നമ്മൾ കരീബ് എന്ന് വെച്ചിട്ട് ഒരു സെന്റൻസ് നമുക്ക്. അടുത്തത് ഗരീബ്. ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദരിദ്രൻ അല്ലെ? നമുക്കറിയാം, ദരിദ്രനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഗരീബ് എന്ന് പറയുന്നത്. അപ്പോ ഗരീബ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാം സെന്റൻസ്? അതായത് വോ എക് ഗരീബ് ആദ്മി ഹേ. വോ എക് ഗരീബ് ആദ്മി ഹേ. വോ അവൻ, ഏക് ഒരു, ഗരീബ് ആദ്മി ഹേ. ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രനായ, ആദ്മി മനുഷ്യനാണ്. വോ എക് ഗരീബ് ആദ്മി ഹേ എന്ന് പറഞ്ഞാല് അവൻ ഒരു ദരിദ്രനായ മനുഷ്യനാണ് എന്ന് പറയാം. അപ്പോ കരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുന്നുണ്ട് അല്ലെ? ഇനി അടുത്തൊരു വേർഡാണ് നമുക്ക് ദേർ. ദേർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദേർ എന്നുള്ള വാക്ക്. ദേർ എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലെങ്കിൽ വൈകി പോവുക, ഇതിനാണ് നമ്മൾ ദേർ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സെന്റൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മുജെ ആനെമേ ദേർ ഹോ ഗയി. മുജെ ആനെമേ ദേർ ഹോ ഗയി എന്ന് പറയാം. മുജെ എനിക്ക്, ആനെമേ വരാൻ വേണ്ടിയിട്ട്, ദേർ ഹോ ഗയി താമസമായി പോയി അല്ലെങ്കിൽ വൈകിപ്പോയി, ഞാൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദൂർ. ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ എന്നാണ് അർത്ഥം. ദൂരെ. ഓക്കെ. ദൂരെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? മേരെ ഗാവ് ഷെഹർ സെ ദൂർ ഹേ. മേരെ ഗാവ് ഷെഹർ സെ ദൂർ ഹേ എന്ന് പറയാം. മേരെ ഗാവ് എൻ്റെ ഗ്രാമം അല്ലെങ്കിൽ എൻ്റെ ഒരു നാട് എന്ന് പറയുന്നത് ഷെഹർ സെ ദൂർ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണത്തിൽ നിന്നും കുറെ ദൂരെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ദൂർ വെച്ചിട്ട് പറയാം. അപ്പോ ദൂർ എന്ന് പറഞ്ഞാൽ ദൂരെ, ദേർ എന്ന് പറഞ്ഞാൽ താമസിക്കുക, വൈകി പോവുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അടുത്തത് ബീച്ച് എന്നുള്ള വാക്കാണ്. ബീച്ച്. ഓക്കെ. ഇപ്പോ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഇടയിൽ, നമ്മൾ പറയില്ലേ ഞങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയിൽ എന്ന് വെച്ചിട്ട് പറയാറില്ലേ, അതിനാണ് നമ്മൾ ബീച്ച് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സെന്റൻസ് നോക്കാം. വോ ഉൻകെ ബീച്ച് ബൈറ്റ് രാ ഹേ. വോ ഉൻകെ ബീച്ച് ബൈറ്റ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? വോ അവന്, ഉൻകെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഇടയിൽ, അവൻ അവരുടെ ഇടയിൽ, ബൈറ്റ് രഹാ ഹേ ഇരിക്കുന്നുണ്ട്. അപ്പോ അവൻ അവരുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? വോ ഉൻകെ ബീച്ച് ബൈറ്റ് രഹാ ഹേ എന്ന് പറയാം. ഓക്കെ. ഇനി ഈ ബീച്ച് പോലെയുള്ള ഒരു വേർഡാണ് ബീജ് എന്ന് പറയുന്നത്. ബീച്ച്, ബീജ്, ബീജ്, ബീച്ച്. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് ഇല്ലേ, നമ്മളുടെ വിത്തില്ലേ, വിത്തിനാണ് നമ്മൾ ബീജ് എന്ന് പറയുന്നത്. അപ്പോ ബീജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് പറയാം? കിസാനെ ഖേത് മേ ബീജ് ബോയാ. കിസാനെ ഖേത് മേ ബീജ് ബോയാ. കർഷകൻ, ഖേത് മേ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിസ്ഥലത്ത് അല്ലെ? കൃഷിസ്ഥലത്ത്, ബീജ് ബോയ എന്ന് പറഞ്ഞാൽ വിത്ത് വിതച്ചു എന്നാണ് അർത്ഥം. ഓക്കെ. കിസാനെ ഖേത് മേ ബീജ് ബോയ എന്ന് പറഞ്ഞാൽ കർഷകൻ കൃഷിസ്ഥലത്ത് വിത്ത് വിതച്ചു അല്ലെങ്കിൽ കർഷകൻ എന്താണ് വയലില് വിത്ത് വിതച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ ഈ ഒരു 6 വേർഡും അതുപോലെ ഈ 6 വേർഡിന് ഒരു സെന്റൻസ് വെച്ചിട്ട് എങ്ങനെ പറയാ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ മേ. തബ് തക് കെ ലിയേ ബൈ.